കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മെറ്റീരിയൽ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന പ്രോസസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ അതല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസസ് ഓഫ് മെറ്റീരിയൽ കൺട്രോളിൽ വരുന്ന അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സായ പർച്ചേസിങ്, അതിൻ്റെ ടൈപ്സ്, അതേപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് പർച്ചേസിങ് എന്നീ കാര്യങ്ങൾ കൂടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. പ്രോസസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ അതല്ലെങ്കിൽ ഇൻവെൻട്രി കൺട്രോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. മെയിനായിട്ട് മെറ്റീരിയൽ കൺട്രോൾ ഓർ ഇൻവെൻട്രി കൺട്രോൾ ഗോ ത്രൂ 4 പ്രോസസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ പർച്ചേസിങ്, then second one receiving, and third one storage, and fourth one issue. Okay, mainly there are 4 processes in material control or inventory control, that is purchasing, receiving, storage, and issue. Okay, we can discuss all these processes. ഫസ്റ്റ് വൺ പർച്ചേസിങ്. എന്താണ് പർച്ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം പർച്ചേസിങ് ഈസ് എൻ ആർട്ട്. ഓക്കെ, പർച്ചേസിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. നമ്മൾ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ഇൻക്രീസിങ് ദി കോസ്റ്റ് ആൻഡ് ദർബൈ ഇൻക്രീസിങ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് കൺട്രോൾ ഓവർ പർച്ചേസിങ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും കൺട്രോൾ ചെയ്തുകൊണ്ടായിരിക്കണം പർച്ചേസ് ചെയ്യുന്നത്. ആൻ എഫിഷ്യൻറ്റ് പർച്ചേസിങ് എൻഷുവേഴ്സ് ദി പ്രൊക്വയർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ of the right quality in the right quantity at the right time from right sources and right prices. ഓക്കെ, അപ്പോൾ ഒരു എഫിഷ്യൻറ്റ് പർച്ചേസിങ് എൻഷുവേഴ്സ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായ മെറ്റീരിയൽ യഥാസമയത്ത് അതിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും യഥാസ്ഥലത്തും അതേപോലെ തന്നെ അതിൻ്റെ കൃത്യമായ സോഴ്സിൽ നിന്നും യഥാർത്ഥമായ പ്രൈസിലും കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എഫിഷ്യൻറ്റ് പർച്ചേസിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, the next we are discussing what are the types of purchasing. There are mainly 2 types of purchasing. That is first one centralized purchasing, and second one decentralized purchasing. ഓക്കെ, ഇനി ഇവിടെ എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, in the case of centralized purchasing there will be a separate department called purchase department to purchase material. Okay, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും. അതിനെ നമുക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. അത്തരത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ നടത്തുന്നത്. അതാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അതായത് ഹിയർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് മെറ്റീരിയൽ ഫോർ എൻറ്റയർ ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗനൈസേഷൻ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തേക്കുമുള്ള മെറ്റീരിയൽ വാങ്ങിക്കുന്നത് ആരാണ്? ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വാങ്ങിക്കുന്നത്. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് there is no particular department to purchase material. Each and every department will purchase material for their needs. ഓക്കെ, ഇതാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൽ ചെയ്യുന്നത്. ഇവിടെ എന്തില്ല? പ്രത്യേകമായിട്ട് പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. എന്നാൽ സെൻട്രലൈസ്ഡ് പർച്ചേസ് ആകുമ്പോൾ ദർ വിൽ ബി എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് കോൾഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് എഫിഷ്യൻറ്റ് ബൈങ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ ഇൻ ദി ആർട്ട് ഓഫ് പർച്ചേസിങ്. ഓക്കെ, നമ്മളൊരു പ്രത്യേകമായിട്ടൊരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വെച്ചുകൊണ്ട് പർച്ചേസ് നടത്തുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? എഫിഷ്യൻറ്റ് ബൈങ് നടക്കും. അതായത് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെഷ്യലൈസ്ഡ് നോളജും അതേപോലെ തന്നെ സ്കില്ലും വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? പർച്ചേസുകൾ നടത്തും എന്നുള്ളതാണ്. ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധാരണ ഒരു പർച്ചേസ് മാനേജറുടെ അണ്ടറിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഒരു സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ടാണ് പർച്ചേസിങ് നടത്തുന്നത് ഇൻ ദി കേസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ബൾക്ക് പർച്ചേസ്. നമുക്കറിയാം നമ്മൾ വാങ്ങിക്കുന്ന അളവ് സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് വാങ്ങിക്കുന്നുള്ളൂ എങ്കിൽ
അവിടെ താരതമ്യേന എന്തായിരിക്കും, കോസ്റ്റ് കൂടുതലായിരിക്കും. അവിടെ കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലാണ് വരാൻ സാധ്യത. എന്നാൽ നമ്മൾ വാങ്ങിക്കുന്ന അളവ് എന്താണ്, ബൾക്കായിട്ടാണ് വാങ്ങിക്കുന്നത്, ഒരുപാട് അളവിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവിടെ താരതമ്യേന കോസ്റ്റ് കുറയാനാണ് സാധ്യത. കാരണം ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ കോസ്റ്റ് താരതമ്യേന എന്ത് ചെയ്യും, കുറയാനാണ് സാധ്യത വരുന്നത്. അപ്പോൾ ദർ വിൽ ബി ആൻ അഡ്വാൻറ്റേജ് ഓഫ് ബൾക്ക് പർച്ചേസ്. ഇതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ് വരുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഓക്കെ, പർച്ചേസ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ പറയുന്ന മറ്റൊന്ന്. ദെൻ നെക്സ്റ്റ് വൺ ആണ്, ഫോർത്ത് വൺ ആണ് എൻഷുവേഴ്സ് യൂണിഫോം ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻ്റയർ ഓർഗനൈസേഷനിൽ ആവശ്യമായ എല്ലാ സ്ഥലത്തേക്കും കിട്ടുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂണിഫോം ആക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു എന്ത് വരുന്നത്, അഡ്വാൻറ്റേജ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് അഡ്വാൻറ്റേജ് എന്താണ്, എക്സസൈസസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ ഇൻവെൻട്രീസ്. ഓക്കെ, ഇൻവെൻട്രിയുടെ മുകളിൽ എന്തുണ്ടാവും, എഫക്റ്റീവ് കൺട്രോൾ ഉണ്ടായിരിക്കും ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് പർച്ചേസിങ് നടത്തുന്നതെങ്കിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിക്സ് വൺ ആണ്, ഇറ്റ് ഇൻവോൾവ്സ് ലെസ് ക്ലറിക്കൽ വർക്ക് ബിക്കോസ് പർച്ചേസിങ് ഈസ് മെയ്ഡ് അറ്റ് വൺ പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മാത്രം നമുക്ക് ക്ലറിക്കൽ വർക്കുകൾ ഒതുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തു നിന്ന് എല്ലാ ഏരിയയിൽ നിന്നും പർച്ചേസിങ് നടത്തുമ്പോൾ, ഓരോ ബ്രാഞ്ചിൽ നിന്നും പർച്ചേസ് നടത്തുമ്പോൾ അവിടെ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, ക്ലറിക്കൽ വർക്കുകളും അതിനുള്ള സ്റ്റാഫുകളെയൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് ലെസ് ക്ലറിക്കൽ വർക്ക് ഇൻ ദി കേസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. ദെൻ നെക്സ്റ്റ് സെവൻത്ത് വൺ ആണ്, ഇറ്റ് അവോയ്ഡ്സ് പ്രോബ്ലം ഓഫ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ്. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടായാലും അത് അണ്ടർ സ്റ്റോക്കിംഗ് ഉണ്ടായാലുള്ള പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടായാൽ എന്താണ്, ആവശ്യമില്ലാത്ത സ്റ്റോക്കുകൾ നമ്മുടെ സ്ഥാപനത്തിൽ കെട്ടിക്കിടക്കും. ദെൻ ഇൻ ദി കേസ് ഓഫ് അണ്ടർ സ്റ്റോക്കിംഗ് ആണെങ്കിലോ ഇറ്റ് വിൽ ലീഡ്സ് ടു ഡിലേ ഇൻ പ്രൊഡക്ഷൻ ഓർ സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇല്ലാതാക്കാൻ, ആ പ്രോബ്ലം ഇല്ലാതാക്കാൻ ഏതിലൂടെ സാധിക്കും, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിലൂടെ സാധിക്കും. കൃത്യമായിട്ട് ഇൻവെൻട്രി കൺട്രോൾ നടത്തിയതിന് ശേഷം അവിടെയുള്ള ഇൻവെൻട്രിയുടെ നീഡ്സ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ അവോയ്ഡ്സ് പ്രോബ്ലംസ് ഓഫ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് under stocking. Okay, these are the advantages of centralized purchasing. First one, efficient buying on account of specialized knowledge and skill in the art of purchasing. Second one, advantages of bulk purchase. Third one, reduce cost of purchase, ensures uniform quality of material, exercises effective control over inventories, involves less clerical work, then avoids problems of overstocking and understocking. Okay, then what are the disadvantages of centralized purchasing? Centralized purchasing disadvantages എന്തൊക്കെയാണെന്ന് നോക്കാം. Huge costs are required to set up and maintain a purchase department. നമ്മൾ പറഞ്ഞ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് സെൻട്രലൈസ്ഡ് പർച്ചേസിൻ്റെ കേസിൽ പർച്ചേസ് നടത്തുന്നത്. ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അത് സെറ്റപ്പ് ചെയ്യാനും എന്താവശ്യമായിട്ട് വരും, ഹ്യൂജ് കോസ്റ്റ് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ്, ഇറ്റ് മേ കോസ് ഡിലേ ഇൻ ഗെറ്റിംഗ് ദി മെറ്റീരിയൽ. ഇൻ ദി കേസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ഈസ് മെയ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി. ഓക്കെ, ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ ദാറ്റ് ദർ മേ ബി ഡിലേ ഇൻ ഗെറ്റിംഗ് മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽ കിട്ടാൻ എന്ത് ചെയ്യാം, ഡിലേ ആവാം. കാരണം ലോവർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. താരതമ്യേന ബൾക്ക് ക്വാണ്ടിറ്റി ആവുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ഡിലേ ആവാൻ എന്തുണ്ട്, അവിടെ സാധ്യത കൂടുതലാണ്. അതാണ് രണ്ടാമത്തെ എന്ത് വരുന്നത്, ഡിസഡ്വാൻറ്റേജ് വരുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റ്സ് ഓർ ബ്രാഞ്ച് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓരോ ബ്രാഞ്ചുകളും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, പ്ലാന്റുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് പ്ലേസിലാണെങ്കിൽ അത്തരം കേസിൽ എന്താണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചെന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ്, ഇറ്റ് മേ റിസൾട്ടിങ് റോങ് പർച്ചേസ്. കാരണം ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ നീഡ്സ് വരുന്നത് എവിടെയാണ്, ഓരോ ബ്രാഞ്ചുകളിലേക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്ന റിക്വസിറ്റ്സ് അനുസരിച്ചാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ദർ മേ ബി സം റോങ് പർച്ചേസ്. ഓക്കെ, റോങ് പർച്ചേസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രലൈസ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ.
ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എൻജോയ് ദി ബെനിഫിറ്റ് ഓഫ് ലോക്കൽ പർച്ചേസ്. ലോക്കൽ പർച്ചേസിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഏതിന് കിട്ടുകയില്ല? ഇത്തരത്തിൽ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് നടത്തുമ്പോൾ അങ്ങനെയുള്ള പർച്ചേസിങ്ങിന് ലഭിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ടു എസ്റ്റാബ്ലിഷ് പർച്ചേസ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ്. ഫസ്റ്റ് വൺ വരുന്നത് ടു എസ്റ്റാബ്ലിഷ് പർച്ചേസ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ വരുന്നത് ടു ഐഡൻറ്റിഫൈ ആൻഡ് ചൂസ് ബെസ്റ്റ് സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. സെക്കൻഡ് ഫംഗ്ഷൻ വരുന്നത് എന്താണ്? ഐഡൻറ്റിഫൈ ആൻഡ് ചൂസ് ദി ബെസ്റ്റ് സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ ഒരുപാട് സോഴ്സസ് ഉണ്ടാകും. അതിലേറ്റവും നല്ലത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതും മറ്റൊരു ഫംഗ്ഷൻ ഓഫ് എന്താണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ദെൻ തേർഡ് വരുന്നത് ടു റിസീവ് പർച്ചേസ് റിക്വിസിഷൻ ഫ്രം ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള പർച്ചേസ് റിക്വിസിഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ റിസീവ് ചെയ്യുന്നു. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിറ്റർമൈൻ എക്സാക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. എത്രയാണോ എക്സാക്റ്റ് ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് എന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ റിക്വയർമെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് ടു പ്ലേസ് പർച്ചേസ് ഓർഡർ വിത്ത് ദി സപ്ലയർ. സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ട് വരുന്ന എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്ന റിക്വസിഷൻ എന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് മറ്റൊരു ഫംഗ്ഷൻ വരുന്നത്. ഇനി അതേപോലെ തന്നെ പർച്ചേസ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഹയർ ക്വാളിറ്റി അറ്റ് ലോവസ്റ്റ് പ്രൈസ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട മറ്റൊരു ഫംഗ്ഷൻ എന്താണ്? വാങ്ങിക്കുന്ന സാധനം ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ളതും ലോവസ്റ്റ് പ്രൈസിനുമായിരിക്കണം. ഇതാണ് മറ്റൊന്ന് വരുന്നത്. ദെൻ നെക്സ്റ്റ് ടു ചെക്ക് ദി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്. മെറ്റീരിയൽ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് റിസീവ് ചെയ്തതിന് ശേഷം ആ റിസീവ് ചെയ്ത മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയലും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടു വെരിഫൈ ആൻഡ് അപ്രൂവ് ദി ഇൻവോയ്സസ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, വെരിഫൈ ആൻഡ് അപ്രൂവ് ദി ഇൻവോയ്സസ്. അതിനാവശ്യമായ നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയലിന് ആവശ്യമായ പ്രൈസ് എത്രയാണോ അതിൻ്റെ ഇൻവോയ്സുകൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി. ദെൻ ടു മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് പർച്ചേസ്. പർച്ചേസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്തു വെക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ടു കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ വരുന്നത് എല്ലാ ആക്ടിവിറ്റികളും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റികളെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? ഇവിടെ ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ പറഞ്ഞത് to establish purchase policies, procedures and practices. Second one, to identify and choose the best source of supply of material. Then next, third one, to receive purchase requisition from all departments and determine exact quantity of material requirement of the factory. Then next, fourth one, to place purchase order with the suppliers. Then fifth one, to purchase required quantity of higher quality at lowest price. Then next, to check the quantity and quality of material received, verify and approve the invoices for payment. Then last one, to coordinate the activities with other department. To coordinate the activities with other department. These are the functions of purchase department. Okay. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോസസ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോളിൽ വരുന്ന പ്രോസസ്സ്. ഫസ്റ്റ് ആണ് പർച്ചേസിങ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, അതേപോലെ ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.